വിഷയം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു വിഷയമാണ് ഇന്ന് പകൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. വിഷയത്തിന്റെ പേരൊക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ ആ വിഷയത്തിലേക്ക് കടക്കാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മുഖവരിയായിട്ട് പറയാം. അമേരിക്കയില് പണ്ട് റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടരാണ് ഉണ്ടായിരുന്നത് പണ്ട് കാലത്ത്. സായിപ്പന്മാരെന്ന് നമ്മൾ പറയുന്നവർ അവിടെ വരുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞ് സായിപ്പന്മാര് മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നു. അങ്ങനെ അമേരിക്കയിൽ ഒരു താമസം ആരംഭിച്ചു. അപ്പോൾ അവിടുത്തെ ലോക്കൽ ആളുകൾ, അവിടുത്തെ ആദിവാസികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അവിടെ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ആളുകൾ, അവർക്ക് അവരുടെ സ്ഥലമാണ് ഈ സായിപ്പന്മാര് എടുത്തത്. കുറെ പേരെയൊക്കെ വെടിവെച്ച് കൊന്നും അങ്ങനെയൊക്കെ എടുത്തു എന്നാണ് കേട്ടിട്ടുള്ളത്. ഏതായാലും അവരുടെ ഇന്ന് സ്ഥലമൊക്കെ മേടിച്ചു. അതിന് പ്രതിഫലമായിട്ട് അവർക്ക് ചില കാര്യങ്ങൾ ഇവർ കൊടുത്തു, വെള്ളക്കാര്. അപ്പോൾ ഒരാൾക്ക് കൊടുത്തത്, അവിടുത്തെ ലോക്കൽ ആദിവാസിയായിരുന്ന ഒരാൾക്ക് കൊടുത്തത്, ജീവിതകാലം മുഴുവൻ അവിടുത്തെ ചില സ്റ്റോറുകളിൽ നിന്ന് സാധനം മുഴുവൻ സൗജന്യമായിട്ട്, ഭക്ഷണ സാധനവും മറ്റു സാധനങ്ങളൊക്കെ ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് മേടിക്കാനായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ലെ ഒരു നോട്ട് ആണ് കൊടുത്ത ഒരു പാരിതോഷികം. അപ്പോ അയാളുടെ സ്ഥലം അയാൾ വിട്ടുകൊടുത്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ അയക്കിനി ഓരോ അല്ലലും അറിയണ്ട, അയാളുടെ എല്ലാ ചെലവിനും വേണ്ടത് അവിടുത്തെ സ്റ്റോറുകളിൽ പോയി ഫ്രീ ആയിട്ട് മേടിക്കുക. അത് ഗവൺമെന്റ് തന്നെ കാര്യം നോക്കിക്കോളും. അതിനുള്ള ഒരു സർട്ടിഫിക്കറ്റും കൊടുത്തു. അപ്പോ അതുണ്ടെങ്കിൽ പിന്നെ ഇനി ഒന്നും പേടിക്കണ്ട, എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷെ ഈ മനുഷ്യൻ ഇതെന്താണ് ഈ കൈ കെട്ടിയിരിക്കുന്നത് എന്നുള്ളത് അയക്ക് ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അയാള് കഴിക്കാനൊന്നുമില്ലാതെ പട്ടിണിയായിട്ട് അയാൾ മരിച്ചു. പട്ടിണി കിടന്ന് ഒന്നുമില്ല കഴിക്കാൻ, പട്ടിണി കിടന്ന് അയാൾ ചത്തുപോയി. അപ്പോൾ അയാൾ മരിച്ചപ്പോ അയാളെ പരിശോധിച്ചപ്പോ അയാളുടെ കഴുത്തിൽ ഒരു മാല ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്, ഈ മരിച്ചയാൾ. ആ മാലയുടെ അറ്റത്ത് തീപ്പെട്ടി കൂട് പോലെ ഒരു ചെറിയൊരു കൂട്, ഒരു കൂട് ആ മാലയുടെ അറ്റത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ആ തീപ്പെട്ടിക്കൂട് പോലെയുള്ള കൂടിന്റെ ബോക്സിന്റെ അകത്ത് ഒരു കടലാസ് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എടുത്തു നോക്കിയപ്പോ, ഇയാളുടെ മാലയുടെ ഉള്ളിലുള്ള ആ ലോക്കറ്റിൽ നിന്ന് ആ കടലാസ് എടുത്ത് നോക്കിയപ്പോ ഗവൺമെന്റ് ഇയാൾക്ക് കൊടുത്തിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റാണ്. അതായത് ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള സകല സാധനവും സൗജന്യമായിട്ട് സ്റ്റോറുകളിൽ നിന്ന് വാങ്ങാനുള്ള അനുമതി, അധികാരപത്രം തരുന്നു. ഇയാൾ അത് മാലയാക്കി കഴുത്തെ കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട് നടന്നിട്ട് പട്ടിണി കിടന്ന് ചത്തു. എത്ര സങ്കടകരമായി പോയെന്ന് നോക്കി. ഇയാൾക്ക് ഒരല്ലലും അറിയാതെ, ഒരു പൈസയും കൊടുക്കാതെ സകല സാധനവും സൗജന്യമായിട്ട് സർക്കാർ കൊടുത്തു. ഇയാൾ ഒരു പൈസ ഇനി മുടക്കണ്ട. അയാൾ ആകെ ചെയ്യേണ്ടത് ഈ സർട്ടിഫിക്കറ്റ് കാണിച്ച് സാധനം മേടിക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നും ചെയ്യണ്ട. സമൃദ്ധമായി സുഭിക്ഷമായി ജീവിക്കാനുള്ള എല്ലാ പ്രൊവിഷനും സർക്കാർ കൊടുത്തിട്ട് അത് പ്രയോജനപ്പെടുത്താതെ പട്ടിണി കിടന്ന് മരിച്ചു. ഞാൻ ഒരിടത്ത് വായിച്ചതാണിത്. എത്ര ദയനീയമായ ഒരു അവസ്ഥയാണ്. നമുക്കും ദൈവം ഒരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. അതാണിത്. എപ്പോഴും സന്തോഷിക്കുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കുക, എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യുക, പാപത്തെക്കുറിച്ച് പാപത്തിന്റെ മേൽ ജയമുള്ളവരായി ജീവിക്കുക, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതിരിക്കുക, പിറുപിറുപ്പും വാദവും കൂടാതെ സകലവും ചെയ്യുക, ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാനുള്ള ഒരു പ്രൊവിഷൻ, ഒരു പദ്ധതി, ഒരു അവകാശം, ഒരു സർട്ടിഫിക്കറ്റ് സകല ദൈവമക്കൾക്കും ദൈവം തന്നിരിക്കുക. ഇത് കക്ഷത്തി വെച്ചോണ്ട് ബാക്കി നിങ്ങൾ പറഞ്ഞേ എങ്ങനെയാ ജീവിക്കുന്നത്? രാത്രി ഉറക്കമില്ലാതെയും, പിന്നെ അമ്മായിമ്മയോട് പിണങ്ങിയും, മരുമകളോട് വഴക്കുണ്ടാക്കിയും, സഭയിലുള്ള അടുത്തിരിക്കുന്ന ആളുമായിട്ട് മിണ്ടാതെയും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യത്തിന് നുണ പറഞ്ഞും കള്ളത്തരം കാണിച്ചും പരാജയ ജീവിതം നയിച്ചും, പലപ്പോഴും മനപ്രയാസപ്പെട്ടും ദുഃഖിച്ചും സന്തോഷമില്ലാതെയും നന്ദിയില്ലാതെയും പിണങ്ങിയും വഴക്കുണ്ടാക്കിയും, ഭാര്യയോട് തല്ലുകൂടിയും, ഭർത്താവിനോട് പിണങ്ങിയും, അമ്മായപ്പനോട് വഴക്കുണ്ടാക്കിയും, സ്വത്തിന് വേണ്ടി കടിപിടി കൂട്ടിയും, അവന് കൂടിപ്പോയി ഇവക്ക് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് തമ്മിൽ മിണ്ടാതിരിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്ത് ഒരു കൂട്ടം ആളുകൾ ജീവിക്കുക. ആരാ? കഴുത്തെ കെട്ടിത്തൂക്കിയിട്ടോണ്ട് നടക്കുക. രാവും പകലും അയ്യോ ഇത് സത്യവചനമാണ്, ഞങ്ങള് ഒരു വാക്ക് ഇതിന്ന് ഒരാൾ മാറി പറഞ്ഞ് നമ്മൾ സമ്മതിക്കുകയല്ല. ദൈവവചനം, ഞങ്ങൾ ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്
ജീവിതത്തിൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പല ഗുണങ്ങളും കാണുന്നില്ല. ഇങ്ങനെ ജീവിക്കാൻ ഒക്കുമെന്നും മിക്കവാറും പേര് വിശ്വസിക്കുന്നില്ല. ഞാൻ വടക്കേന്ത്യയിൽ ജോലിയായിരുന്ന കാലത്ത് ഞങ്ങളുടെ സഭയിൽ ഒരാൾ പിന്മാറ്റത്തിൽ പോയി. അയാളെ കാണാനായിട്ട് ഞങ്ങളുടെ സഭയിലെ ഒരു മൂപ്പനും ഞാനും കൂടെ പോയി അദ്ദേഹത്തോട് ഇങ്ങനെ അദ്ദേഹം യോഗത്തിനൊന്നും വരുന്നില്ല, അദ്ദേഹത്തെ ഉത്സാഹിപ്പിക്കാൻ പോയത്. അപ്പൊ പറഞ്ഞു വന്ന വഴിക്ക് ഞങ്ങൾ പറഞ്ഞു, പക്ഷെ വേദപുസ്തകത്തിൽ ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ ആള് പറയാം, വേദപുസ്തകത്തിൽ അങ്ങനെ എന്തെല്ലാം എഴുതിയിട്ടുണ്ട് അല്ലെ? നമ്മുടെ മനോഭാവത്തിൽ വേദപുസ്തകത്തിൽ അങ്ങനെ എന്തെല്ലാം എഴുതിയിട്ടുണ്ട് അല്ലെ? ഇതൊക്കെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നതാണ്. ദൈവം അങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ശരിയാ. പക്ഷേ നമുക്കിത് വല്ലതും അനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യനോടും പടങ്ങാതെ ജീവിക്കാൻ പറ്റുമോ? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ജീവിക്കാൻ പറ്റുമോ? ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും പറ്റുമോ? ഇതൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷെ നമുക്കിതൊന്നും പറ്റുന്നൊന്നുമല്ല. ഇങ്ങനെയുള്ള ഒരു മനോഭാവത്തിലാണ് വിശ്വാസികളിൽ വലിയൊരു കൂട്ടം ആളുകളും ജീവിക്കുന്നത്. ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കാൻ പറ്റും. കുറവുകളൊന്നും ഉണ്ടാകുകയില്ലെന്നല്ല, നമുക്ക് പരിമിതികളൊന്നും വരികയില്ലെന്ന എന്നല്ല, അതൊക്കെ വരും. മനുഷ്യനെന്നുള്ള നിലയ്ക്ക് ബലഹീനതകളും കുറവുകളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തോൽവികളൊക്കെ നമുക്ക് വന്നിരിക്കും. എന്നാൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വീഴുമ്പോ എഴുന്നേറ്റ് പിന്നെയും ഓടണം. അങ്ങനെ ഏറ്റവും സമൃദ്ധമായ ഒരു ജീവിതം നയിക്കാനായിട്ടുള്ള എല്ലാ പ്രൊവിഷനും എല്ലാ കരുതലും ദൈവം നമുക്ക് ചെയ്തു തന്നിരിക്കെ അതനുഭവിക്കാതെ, അതിന്റെ നന്മ ജീവിതത്തിൽ അനുഭവിക്കാതെ പട്ടിണി കിടന്ന് ജീവിക്കുന്ന അനേക വിശ്വാസികൾ ഇന്നും. ഞാൻ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് കർത്താവിന്റെ വേലയിലാണ്. ലോകത്തിന്റെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി ഒത്തിരിയും തരം ആളുകളെ കണ്ടിട്ടുണ്ട്. അനേക വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. ആളുകളുമായിട്ട് എപ്പോഴും സംസാരിക്കും, ഇടപെടും. രാവും പകലും ആളുകളുടെ ഒക്കെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള അവസരം എന്റെ ശുശ്രൂഷ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ ഹൃദയത്തെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം, വിശ്വാസികളിൽ വലിയൊരു പങ്ക് ആളുകളാണ് അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഈ നന്മകൾ അനുഭവിക്കാതെയാണ് ജീവിക്കും. ഞായറാഴ്ച യോഗത്തിന് പോകും, സത്യോപദേശം പിടിച്ചിരിക്കുന്നു എന്നൊക്കെ പറയും, അതൊക്കെ ശരിയാ. പക്ഷേ ജീവിക്കേണ്ടതുപോലെ സമാധാനമായി സന്തോഷമായിട്ടല്ല അനേക ആളുകൾ ജീവിക്കുന്നു. ഇങ്ങനെ ജീവിക്കാനല്ല ദൈവം നമ്മളെ രക്ഷിച്ചത്. എങ്ങനെങ്കിലും അങ്ങ് സ്വർഗത്തിൽ പോയാൽ മതി എന്നല്ല ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം. സ്വർഗത്തിൽ പോവുക എന്നുള്ളത് മാത്രമല്ല രക്ഷിക്കപ്പെട്ടതിന്റെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് രക്ഷിക്കപ്പെട്ടാൽ മതിയാണ്, അല്ലേ? ഇന്ന് 12 മണിക്ക് ഞാൻ മരിക്കുമെങ്കിൽ 11:55 ഞാൻ രക്ഷിക്കപ്പെട്ടാൽ മതിയായിരുന്നു, സ്വർഗത്തിൽ പോകും. പിന്നെ എന്തിനാ ഇത്രയും നാള് മുമ്പേ രക്ഷിച്ചേ? നിങ്ങൾ ചിലർക്ക് രക്ഷിക്കപ്പെട്ടിട്ട് 10 വർഷം, 20 വർഷം, 15 വർഷം, അതിൽ കൂടുതൽ, പ്രായമുള്ളവർക്ക് അതിൽ കൂടുതൽ, ചിലരൊക്കെ 3 വർഷം. ഇത്രയും നാള് മുമ്പ് എന്തിനാ ദൈവം രക്ഷിച്ചേ? സ്വർഗത്തിൽ പോകാനാണ് അങ്ങനെ രക്ഷിക്കണ്ടല്ലോ. മരിക്കുന്നതിന്റെ തലേ രാത്രി രക്ഷിച്ചാൽ മതി, സ്വർഗത്തിൽ പോകും. തലേ മിനിറ്റ് രക്ഷിച്ചാൽ മതി, സ്വർഗത്തിൽ പോകും. ക്രൂശിലേക്ക് കള്ളം പോയില്ലേ? പിന്നെ എന്തിനാ ഇത്രയും നാള് മുമ്പേ രക്ഷിച്ചേ? ആ രക്ഷയുടെ അനുഗ്രഹങ്ങൾ, നന്മകൾ അനുഭവിച്ച് സന്തോഷിച്ച് ദൈവം നമുക്ക് നൽകുന്ന സമൃദ്ധമായ ജീവൻ എൻജോയ് ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ലോകത്തിൽ നാം ജീവിക്കണം. എന്നിട്ട് ഒടുവിൽ കർത്താവ് വരുമ്പോ അല്ലെ മരിക്കുമ്പോ കർത്താവിന്റെ കൂടെ ഇരിക്കാനായിട്ട് മുകളിലോട്ട് പോകും. ഇതാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. നമുക്കൊരു വാക്യം വായിച്ച് ആരംഭിക്കാം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-11 വാക്യങ്ങൾ ആരെങ്കിലും വായിച്ചു. യോഹന്നാൻ 10:10-11. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്കും ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഞാൻ നല്ല ഇടയനാണ്. കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറയാം. എന്നിട്ട് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് തരുന്ന ജീവൻ, നിത്യജീവൻ, ദൈവജീവൻ, അതിനിവിടെ വിളിച്ചിരിക്കുന്നത് സമൃദ്ധമായ ജീവൻ, അബണ്ടന്റ് ലൈഫ്. കഷ്ടിച്ച ജീവനല്ല, സമൃദ്ധമായ ജീവൻ. എന്താണ് സമൃദ്ധമായ ജീവൻ എന്ന് പറഞ്ഞാൽ? എം ഇ ചെറിയാൻ സാറ് ഒരിക്കൽ ഈ ഭാഗത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ നല്ലതായിട്ട് മനസ്സിലായി. ഒരു ആശുപത്രിയിൽ നിങ്ങൾ പോയാൽ ഒരു വാർഡിൽ അനേക രോഗികൾ കിടക്കുക. ആ രോഗികൾ കിടക്കുന്നിടത്ത് നേഴ്സുമാര് ഓടി നടന്ന് അവരെ ശുശ്രൂഷിക്കുന്നുണ്ട്.
ഒരാൾ ഇവിടെ കരയുന്നു, അപ്പൊ ആ നേഴ്സ് അങ്ങോട്ട് ഓടിച്ചെല്ലുന്നു. അപ്പൊ മറ്റേ ആൾ അയ്യോ എന്ന് അപ്പുറേ വിളിക്കുന്നു. അപ്പൊ ഈ നേഴ്സ് ഇയാളെ വിട്ട് ചൂടി അങ്ങോട്ട് ചെല്ലുന്നു. അപ്പൊ വേറൊരാൾ അയ്യോ എന്നെ ഒന്ന് പിടിക്കണേ എന്ന് പറയുന്നപ്പോ ആ നേഴ്സ് അങ്ങോട്ട് ഓടുന്നു. അങ്ങനെ ചെറുപ്പക്കാരി പെൺപിള്ളേർ നേഴ്സുമാര് ഈ ആശുപത്രി വാർഡിൽ ഓടി നടക്കാണ്. ഈ നേഴ്സുമാർക്ക് ജീവനുണ്ടോ? ഉണ്ടോ? പറഞ്ഞേ, ഉണ്ടോ? നേഴ്സുമാർക്ക് ജീവനുണ്ടോ? ഉണ്ട്. ആ വാർഡിൽ വയസ്സായി എഴുന്നേക്കാൻ മേലാതെ വയ്യാതെ ശ്വാസം വലിച്ച് കിടക്കാതെ ഒരു അപ്പച്ചനെ വിളിച്ചു. അപ്പത്തിന് എഴുന്നേക്കാൻ മേലെ, പിടിക്കണം, സ്വന്തമായിട്ട് കഴിക്കാൻ മേലെ, വല്ല ഒരു ആഹാരം കൊടുത്താലേ, വാരി കൊടുത്താലേ കഴിക്കാൻ പറ്റൂ. ബാത്റൂമിൽ പോകണമെങ്കിൽ പിടിച്ചോണ്ട് പോകണം. പിന്നെ ആ കിടക്കുകയാണ് എപ്പോഴും ഇങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഈ അപ്പച്ചന് ജീവനുണ്ടോ? ഉണ്ടോ? 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 നേഴ്സിനും ജീവനുണ്ടോ? അപ്പച്ചനും ജീവനുണ്ട്. ഈ ജീവൻ തമ്മിലുള്ള വ്യത്യാസം ഈ വാക്യം വെച്ച് പറഞ്ഞേ. നേഴ്സിന് എന്തുണ്ട്? സമർത്ഥമായ ജീവനുണ്ട്. അപ്പച്ചന് ജീവനുണ്ട്, മരിച്ചിട്ടില്ല. പക്ഷെ ഈ നേഴ്സിന്റെ ജീവൻ അവളെ ഓടിക്കുന്ന ജീവനാണ്. അവളെ പ്രൊപ്പൻഡ് ചെയ്യുന്ന, മുമ്പോട്ട് നയിക്കുന്ന, അവളെ നിലനിർത്തുന്ന, അവളെ കൊണ്ട് അവളെ ആക്റ്റീവാക്കുന്ന ജീവനാണ് ഈ നേഴ്സിന്റെ ജീവൻ. ഈ അപ്പച്ചന്റെ ജീവൻ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു എന്ന് പറയാം എന്നേ ഉള്ളൂ. എന്നാൽ ഈ നേഴ്സിന്റെ ജീവൻ അവളെ സമൃദ്ധമായി പ്രവർത്തിക്കുവാൻ, ഓടുവാൻ, അധ്വാനിക്കുവാൻ സഹായിക്കുന്ന ജീവനാണ്. കർത്താവ് നമുക്ക് തരാൻ വന്ന ആ ജീവൻ സമൃദ്ധമായ ജീവൻ. കഷ്ടിച്ച് രക്ഷിക്കപ്പെട്ട് യോഗത്തിനൊക്കെ പോയി സ്വർഗത്തിലേക്ക് എങ്ങനെയും കടന്നു പറ്റുക, അങ്ങനത്തെ ജീവനാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോ ദൈവത്തിന് വേണ്ടി ഓടുവാനും അധ്വാനിക്കുവാനും പ്രവർത്തിക്കുവാനും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനും നമ്മെ സഹായിക്കുന്ന സമൃദ്ധമായ ജീവൻ, അത് തരാനാണ് കർത്താവ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവേദന്റെയും ജന്മാവകാശമാണ് സമൃദ്ധമായി ജീവിക്കുക. നമ്മൾ സാധാരണ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുക. നമ്മളെല്ലാവരും അങ്ങനെ ജയത്തോടെ, സന്തോഷത്തോടെ, ആകുല ചിന്തകളൊക്കെ വരും, അതിന്റെ മേൽ ജയമുള്ളവരായി. പാപത്തിന്റെ പ്രലോഭനം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതിനെ ജയിക്കുന്നവരായി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തോക്കുന്നുണ്ട്, പക്ഷെ തോക്കുമ്പോൾ നിരാശപ്പെട്ടു പോകാതെ ആ തോൽവി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വീണ്ടും എഴുന്നേറ്റ് നടക്കുന്നവരാണ്. അങ്ങനെ ഏറ്റവും ജയത്തോടും സന്തോഷത്തോടും കൂടെ നമ്മളെല്ലാവരും ജീവിക്കണം. ഇതാണ് രക്ഷിക്കപ്പെട്ട എല്ലാവരെയും സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു സഹോദരനാണെങ്കിൽ, സഹോദരിയാണെങ്കിൽ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇങ്ങനെ അല്ലാതെ വേറൊരു ക്രിസ്തീയ ജീവിതം പുതിയ നിയമത്തിലില്ല. പക്ഷേ കാലം കഴിഞ്ഞ് നമ്മളൊക്കെ പല നിലയിൽ പരാജയപ്പെട്ട് ജീവിച്ച് ഇതാണ് നോർമൽ ലൈഫ് എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുക. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, ഇതല്ലാതെ പറ്റുകയില്ല. ഇടയ്ക്ക് പിണക്കിയും, ഇടയ്ക്ക് വഴക്കുണ്ടാക്കിയും, ഇടയ്ക്ക് നിരാശപ്പെട്ടും, ഇടയ്ക്ക് ആകുലപ്പെട്ടും ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും ഈ ലോകത്തിൽ. ഇതിനേക്കാൾ മെച്ചമായിട്ടൊന്നും ജീവിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ധരിച്ച് അത് സമ്മതിച്ച് ജീവിക്കുകയാണ് മിക്ക വിശ്വാസികൾ. എന്നാൽ ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവവചനം പറയുന്നത്, അങ്ങനെ അല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളെല്ലാവരും സന്തോഷമുള്ളവരായി, ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യുന്നവരായി, ജയമുള്ളവരായി, പാപത്തെ ജയിക്കുന്നവരായി, ഒരു മനുഷ്യനോടും പിണക്കമോ പകയോ വെക്കാത്തവരായി, എല്ലാവരോടും ക്ഷമിക്കുന്നവരായി, ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ഏറ്റവും സമൃദ്ധമായ ജീവൻ, അതാണ് നമ്മളെല്ലാവരും നയിക്കുന്നത്. അങ്ങനത്തെ ഒരു ജീവിതമല്ല നാം നയിക്കുന്നതെങ്കിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് നാം വളരെ താണാണ് ജീവിക്കുന്നതെന്ന് ഇന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ആ ജീവിതത്തിലേക്ക് നമ്മളെല്ലാവരും ഉയരണം. മരുഭൂമിയുടെ അനുഭവത്തിൽ ജീവിക്കാനല്ല ദൈവം കനാനിൽ നിന്ന് നമ്മെ വിടുവിച്ചത്. ഇസ്രായേൽ മക്കളെ ദൈവം മരുഭൂമിയിൽ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചത്. മിസ്രൈമിൽ നിന്ന് ദൈവം ജനത്തെ വിടുവിക്കുമ്പോൾ ആ ഭാഗങ്ങളെല്ലാം എടുത്തപ്പോ വായിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാം. പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് പ്രത്യക്ഷനായപ്പോ, ഞാൻ നിങ്ങളുടെ നിലവിളി കേട്ടു, അവരുടെ കഷ്ടത ഞാൻ കണ്ടു. എന്നിട്ട് എന്താ പറയുന്നത്? നിങ്ങളെ ഇവിടെ നിന്ന് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്ത് നിങ്ങളെ കൊണ്ടുചെന്നാക്കേണ്ടതിന് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ മിസ്രൈമിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചതിന്റെ ലക്ഷണം, അവന്റെ ലക്ഷ്യം, മരുഭൂമി പോയി എല്ലാരും ചാകാനല്ല വിടുവിച്ചത്, ആണോ? അല്ല, വിടുവിച്ചത് പാലും തേനും ഒഴുകുന്ന, പാലും തേനും ഉള്ളാന്നല്ല, പാലും തേനും ഒഴുകുന്ന, അത് സമൃദ്ധിയെ കാണിക്കുന്ന അങ്ങനെ ഒരു ദേശത്ത്, ആ ദേശം ഇവർ കൈവശമാക്കി
അവിടെയുള്ള ശത്രുക്കളെ തോപ്പിച്ച് ജയിച്ച് ജയോത്സവമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. അതിനാണ് ഇവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചത്. പക്ഷെ ഇവരുടെ അനുഭവത്തിൽ അങ്ങനെയാണോ വന്നേ? ആണോ? വിടുവിക്കപ്പെട്ടവരിൽ മിക്കവാറും പേര് മരുഭൂമിയിൽ വെച്ച് നശിച്ചുപോയി. ഇത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നോ? അതിനാണോ അവരെ വിടുവിച്ചേ? ആണോ? അല്ല. അവരെ വിടുവിച്ച് കനാനിൽ ചെന്ന് സമൃദ്ധമായിട്ട് ജീവിക്കാന്. പക്ഷേ അവരിൽ മിക്കവാറും പേര് അത് വിശ്വസിച്ചില്ല. അങ്ങനെ ജീവിക്കാൻ ഒക്കുമെന്ന് വിശ്വസിച്ചില്ല. ദൈവത്തോട് പെറുപെറുത്തു, പിണങ്ങി, വഴക്കുണ്ടാക്കി. അതുകൊണ്ട് അവരിൽ മിക്കവാറും പേര് മരുഭൂമിയുടെ അനുഭവത്തിൽ മരിച്ചുപോയി. ഈ കനാൻ എന്നുള്ളത് സ്വർഗത്തിന്റെ ചിത്രമായിട്ടൊക്കെ ചില പാട്ടുകളിലൊക്കെ നമ്മൾ പാടാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കനാൻ സ്വർഗത്തിന്റെ ചിത്രമല്ല. അതെന്തുകൊണ്ടാണ് കനാൻ സ്വർഗത്തിന്റെ ചിത്രമല്ല എന്ന് പറയുന്നത്? കനാനിൽ 7 ശത്രുക്കളുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? സ്വർഗത്തിൽ ശത്രുക്കളുണ്ടോ? ഉണ്ടോ? ഇല്ല. കനാൻ ഇവർ കൈവശമാക്കുന്നത് എങ്ങനെയാ? ചെന്ന് യുദ്ധം ചെയ്ത് വേണം കൈവശമാക്കാൻ. സ്വർഗത്തിൽ ചെന്ന് നമ്മൾ യുദ്ധം ചെയ്യാൻ പോകണം. ആണോ? എന്നാ പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ. ഇവിടെ ഇഷ്ടംപോലെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ, അല്ലേ? എന്തിനാ അതിനെ സ്വർഗത്തിൽ പോകുന്നു യുദ്ധം ചെയ്യാൻ? അപ്പോ കനാൻ സ്വർഗത്തിന്റെ ചിത്രമല്ല. കനാൻ ദൈവം ക്രിസ്തുവിൽ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സമൃദ്ധമായ ജീവിതത്തിന്റെ ചിത്രമാണ്. അതാണ് കനാൻ. ഇനി കനാൻ സ്വർഗത്തിന്റെ ചിത്രമാണെന്ന് പറഞ്ഞാൽ ഉപദേശപരമായ വലിയൊരു കുഴപ്പം പറ്റും. എന്താണെന്നറിയാമോ? മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത് രക്ഷിക്കപ്പെടുന്നതിന് തുല്യമാണ്. പെസഹ കുഞ്ഞാൾ അറുക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട എല്ലാവരും എവിടെ ചെന്നെത്തിയില്ല? മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട എല്ലാവരും എവിടെ ചെന്നെത്തിയില്ല? കനാനിൽ. അപ്പൊ അതിന്റെ ഉപദേശം എന്താവും? രക്ഷിക്കപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ ചെന്ന് എത്തുകയില്ല. കുറച്ചു പേര് രക്ഷ വഴി വെച്ച് പോകും എന്ന് പറയേണ്ടി വരും. അത് തെറ്റായ ഉപദേശം. രക്ഷിക്കപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ ചെന്ന് ചേരും. അപ്പോൾ ഞാനത് സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. കനാൻ എന്ന് പറയുന്നത് ദൈവം തന്റെ ജനത്തിന് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ജയജീവിതത്തിന്റെ ഒരു ചിത്രമാണ്. അത് അനുഭവിക്കാനാണ് എല്ലാവരെയും മിസ്രൈമിൽ നിന്ന് വിടുവിച്ചത്. ആരും മരുഭൂമിയിൽ തളർന്നു വീണ് ചാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പിന്നെ നമ്മളത് ചൂസ് ചെയ്യുന്നോണ്ട്, തെരഞ്ഞെടുക്കുന്നതുകൊണ്ട് അങ്ങനെ ചാകുന്നതേ ഉള്ളൂ. ദൈവത്തിന്റെ പരിപാടിയല്ല. മരുഭൂമിയിൽ എന്താ ഉള്ളത്? കനാനിൽ എന്താ ഉള്ളതെന്ന് ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞു. പാലും തേനും ഉണ്ടെന്നല്ല, കനാനിൽ മിൽമയുടെ ബൂത്ത് ഉണ്ടെന്നല്ല, പിന്നെ പാലും തേനും ഒഴുകുക എന്ന് പറഞ്ഞാൽ എന്താ അത് കാണിക്കുന്നത്? എല്ലായിടത്തും ഒഴുകുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സമൃദ്ധിയാണെന്നാ കാണിക്കുന്നത്. പിന്നെ മരുഭൂമിയിൽ എന്താ ഉള്ളേ? മരുഭൂമിയിൽ വരൾച്ചയുണ്ട്, മരുഭൂമിയിൽ ചൂടുണ്ട്, മരുഭൂമിയിൽ പെറുവിറുപ്പുണ്ട്, മരുഭൂമിയിൽ ദാഹം, മരുഭൂമിയിൽ വഴക്കം. അതെല്ലാം മരുഭൂമിയിലുള്ള കാര്യമാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ട് ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ. ആത്മീയമായിട്ടും അത് ശരിയാണ്. മരുഭൂമിയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ പെറുപെറുപ്പും വഴക്കും വിരോധവും നിരാശയും കണ്ണുനീരും വരൾച്ചയും ചൂടും പാമ്പും ഇതൊക്കെയാ മരുഭൂമിയുടെ അനുഭവം. മിക്ക വിശ്വാസികളും ആ അനുഭവത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ അങ്ങനെ ജീവിക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിന്റെ മുഖവരിയാണ് ഇപ്പൊ പറഞ്ഞത്. എന്താ അത്? ദൈവം ക്രിസ്തുവിൽ നമുക്ക് ഒരുക്കിയിരിക്കുന്ന സമൃദ്ധമായ വിജയകരമായ ക്രിസ്തീയ ജീവിതമാണ് നമ്മളെല്ലാവരും നയിക്കേണ്ടത്. അങ്ങനെ ഒരു ജീവിതം ഉണ്ട്. അതാണ് പുതിയ നിയമം പഠിപ്പിക്കുന്ന ജീവിതം. അങ്ങനെ ഒരു ജീവിതമേ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ തോറ്റു തുന്നം പാടി വഴക്കുണ്ടാക്കി നിരാശപ്പെട്ട് ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം, അങ്ങനെ ഒരു ജീവിതം ഇല്ല. അങ്ങനെ ഒരു ജീവിതം നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളത് തെരഞ്ഞെടുക്കുന്നതുകൊണ്ട് അങ്ങനെ ജീവിതം നമുക്ക് ഉണ്ടാകുന്നേ ഉള്ളൂ. ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് നാം ജീവിക്കേണ്ടത് സമൃദ്ധമായ ഈ ജീവിതമാണ്. അപ്പോൾ അതിൽ ഒന്നാമത് നമുക്ക് ബോധ്യപ്പെടേണ്ടത്, ഞാൻ ജീവിക്കേണ്ടത് പോലെ അല്ല ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. എങ്കില് നല്ല ജീവിതത്തിലോട്ട് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. ഇത് ചില വിശ്വാസികൾക്കുള്ള സ്പെഷ്യൽ ജീവിതമൊന്നും അല്ല. ഇത് എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിന്റെ കാര്യം പറയും. ഉപദേശിമാരെ മൂപ്പന്മാരൊക്കെ ഈ പറയുന്ന പോലൊക്കെ ജീവിക്കണം. പിന്നെ ഞങ്ങളൊക്കെ സാധാരണ വീട്ടുകാര്, സാധാരണക്കാര്, ഞങ്ങളൊക്കെ എങ്ങനെയും ജീവിച്ചാൽ മതി. അങ്ങനെ ഒരു കാര്യമില്ല. എല്ലാ രക്ഷിക്കപ്പെട്ട സഹോദരനും സഹോദരിയും പൈതലും ജീവിക്കേണ്ടത് ഈ സമൃദ്ധമായ ജീവിതത്തിലാണ്. ഞാന് വടക്കേ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ജോലിയിലായിരുന്നു പണ്ട്, സുവിശേഷവൽക്കൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ ആ പട്ടണത്തില് അവിടെ ചെന്നിട്ട് അധികം നാളായില്ല. അവിടെ വളരെ തണുപ്പ് വരുന്നൊരു സ്ഥലമാണ്. വിന്ററിൽ നല്ല തണുപ്പാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഒരു ദിവസം രാത്രി ഞാൻ അവരുടെ അടുത്ത് പോകാനായിട്ട് നിൽക്കുകയാണ്. രാത്രി 1 മണിക്കോ മറ്റാണ് ട്രെയിൻ. നല്ല തണുപ്പുള്ള രാത്രിയാണ്. അപ്പൊ ഒരു കമ്പിളി പുതച്ചുകൊണ്ടാണ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്.
കമ്പിളി പുതച്ച് ഇങ്ങനെ വിറച്ചുകൊണ്ട് നിൽക്കുക. വലിയൊരു കമ്പിളി പുതച്ച് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ട്രെയിൻ വരുന്നത് നോക്കി നിൽക്കുക. അപ്പോൾ ഒരാൾ എന്നോടൊന്ന് പറഞ്ഞു, സാറേ എന്തിനാ ഈ തണുപ്പത്ത് ഇങ്ങനെ വിറച്ചോണ്ട് നിൽക്കുന്നേ? അതുകൊണ്ട് അവിടെ നല്ലൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്, വെയിറ്റിംഗ് റൂമുണ്ട്, അതിനകത്ത് പോയി ഇരുന്നു കൂടെ, നല്ല സുഖമായിട്ട് പോയി ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സ്ഥലത്ത് പുതുതായിരുന്നതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു സ്റ്റേഷനിൽ എന്തെല്ലാം പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോ നല്ല വിശാലമായ ഒരു വെയിറ്റിംഗ് ഹാള്, കാറ്റൊന്നും കിടക്കുകയാണ്, നല്ല അടച്ച് ഉറപ്പുള്ള, അതിനകത്ത് പോയി സുഖമായിട്ടിരിക്കാം. എനിക്കും കൂടെ വേണ്ടി അത് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. പക്ഷെ ഇതറിയാതെ പ്ലാറ്റ്ഫോമിൽ കമ്പിളിയും പൊതച്ച് വിറച്ചുകൊണ്ട് നിൽക്കുക. മിക്ക വിശ്വാസികളും ഇങ്ങനെ. ദൈവം നല്ല വെയിറ്റിംഗ് റൂം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, ആശ്വാസമായിട്ട് ചാരിയിരുന്ന് നല്ല ചൂടൊക്കെ കൊണ്ട് വിശ്രമിക്കുന്ന ഒരു ജീവിതം. പക്ഷേ മിക്ക വിശ്വാസികളും അത് പ്രയോജനപ്പെടുത്താതെ പ്ലാറ്റ്ഫോമിൽ തണുപ്പത്ത് കമ്പിളിയും പൊതച്ച് വിറച്ചുകൊണ്ട് നിൽക്കുക. പലരുടെയും ക്രിസ്തീയ ജീവിതം അങ്ങനെ. ആ ജീവിതം ഇനി നമുക്ക് വേണ്ട. അങ്ങനല്ല നമ്മൾ ജീവിക്കേണ്ടത്. നാം ജയത്തോടെയാ ജീവിക്കേണ്ടത്, നാം സന്തോഷമായിട്ടാണ് ജീവിക്കേണ്ടത്, നാം നിരാശപ്പെട്ടല്ല ജീവിക്കേണ്ടത്, നാം പിണങ്ങിയല്ല ജീവിക്കേണ്ടത്, നാം വഴക്കുണ്ടാക്കിയല്ല ജീവിക്കേണ്ടത്, നാം പണത്തെ സ്നേഹിച്ചല്ല ജീവിക്കേണ്ടത്. എല്ലാവരോടും ക്ഷമിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരോടും സൗഹൃദമായി ജീവിക്കുന്ന നല്ല സന്തോഷവും സമാധാനമുള്ള ജീവിതം, അതാണ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ജീവിതം. ഞാൻ അങ്ങനെ അല്ല ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് എന്റെ ജീവിതശൈലി മാറാനുള്ള ആദ്യത്തെ പടി. ഒരു രോഗിക്ക് സൗഖ്യം വരാനുള്ള ആദ്യത്തെ പടി എന്താ എന്ന് പറഞ്ഞേ? ഒരാള് രോഗിയാണ്, അയാൾക്ക് സൗഖ്യം വരണം. ആദ്യത്തെ പടി എന്താ? ഡോക്ടറെ അടുത്ത് പോകണം. പക്ഷെ എപ്പോഴാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത്? രോഗിയാന്ന് മനസ്സിലാകണം, അല്ലെ? എനിക്ക് ഏതാണ്ട് കുഴപ്പമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. എനിക്കൊരു ക്ഷീണം, ഒരു തളർച്ച, എനിക്ക് ഏതാണ്ട് ഒരു കുഴപ്പമുണ്ട്. കർത്താവ് പറഞ്ഞു, വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളത് രോഗികൾക്കാണ്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. അപ്പോ ഒരു രോഗി സുഖപ്പെടണമെങ്കിൽ ആദ്യ പടി എനിക്ക് രോഗമുണ്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. എനിക്ക് ഒരു കുഴപ്പമില്ലേ, ഞാൻ ഓൾറൈറ്റാ എന്നൊരാൾ വിചാരിച്ചിരിക്കുന്നിടത്തോളം കാലം അവൻ ഡോക്ടറുടെ അടുത്തും പോകത്തില്ല, സൗഖ്യവും പ്രാപിക്കത്തില്ല. അങ്ങനെ ഇരുന്ന രോഗത്തിൽ അവൻ ചത്തുപോവുകയുള്ളൂ, അല്ലെ? അപ്പൊ ഒന്നാമത്തെ പടി എനിക്ക് രോഗമുണ്ട്, ഇങ്ങനല്ല ഞാൻ ജീവിക്കണ്ടേ, എനിക്ക് അതിന്റെ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കണം. രണ്ട്, ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടെന്ന് മനസ്സിലാക്കണം, അല്ലെ? ഡോക്ടറെ അടുത്ത് പോയാൽ, ആശുപത്രി പോയാൽ, മരുന്ന് കഴിച്ചാൽ എനിക്ക് സുഖം വരും എന്ന് അറിയണം. മൂന്ന്, ആ അറിവ് ഡോക്ടറുടെ അടുത്തേക്ക് എന്നെ നയിക്കണം. ഇന്നടുത്ത് നല്ലൊരു ഡോക്ടറുണ്ട്, അല്ല ഇന്ന ആശുപത്രി നല്ലതാണ്. ആ അറിവ് എന്നെ ആ ആശുപത്രിയിലേക്ക്, ഡോക്ടറുടെ അടുത്തേക്ക് നയിക്കണം. അടുത്തപടി ആ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ അനുസരിക്കണം. കഴിക്കേണ്ട മരുന്ന് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ സൂക്ഷിക്കേണ്ടത്, അങ്ങനെ എന്ത് പറയുന്നോ അത് ഞാൻ അനുസരിക്കണം. ഇത്രയും കാര്യം ചെയ്താൽ എനിക്ക് നോർമൽ ഹെൽത്ത് കിട്ടും. രോഗമുണ്ടെന്ന് മനസ്സിലാക്കണം, രോഗസൗഖ്യം തരാൻ കഴിവുള്ള മാർഗം ആളുണ്ടെന്ന് മനസ്സിലാക്കണം, ആ ആളുടെ അടുത്ത് ചെല്ലണം, പിന്നെ ആ ആള് പറയുന്നത് അനുസരിക്കണം. ആത്മീയ ജീവിതത്തിലും ഇത് ശരിയാണ്. ഇങ്ങനെ ജീവിക്കാനല്ല ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് മനസ്സിലാക്കണം. എന്റെ ജീവിതത്തിൽ എന്തോ കുഴപ്പമാണ്. രണ്ട്, ആ പ്രശ്നം പരിഹരിച്ചു തരുവാൻ കർത്താവിന് കഴിയും, അതറിയണം. മൂന്ന്, ആ കർത്താവിന്റെ അടുത്ത് ചെല്ലണം. നാല്, ആ കർത്താവ് പറയുന്നത് അനുസരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. 8-ാം അധ്യായം അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. 32-ാമത്തെ വാക്യം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇനി 34, 35, 36 എന്ന് വായിച്ചേ. 34, 35, 36. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പറഞ്ഞേ? പാപത്തിൽ നിന്ന്. കാരണം അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്നത് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാണ്. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ സ്വതന്ത്രരാണ്. ഇനി പുത്രൻ സ്വാതന്ത്ര്യം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? 32-ാം വാക്യം. സത്യം അറിയണം, അല്ലെ? സത്യം അറിയണം. സത്യം ഉള്ളത് കൊണ്ട് സൗഖ്യം വരികയാണ്, സ്വാതന്ത്ര്യം കിട്ടുകയാണ്. സത്യം ഞാൻ അറിയണം. അമേരിക്കയില് അടിമ സമ്പ്രദായം ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ചു കാണുമല്ലോ പണ്ട്. അടിമ സമ്പ്രദായം, കറുത്തവരെ ആഫ്രിക്ക നിന്നൊക്കെ കൊണ്ടുവന്ന് അടിമകളായിട്ട് വിറ്റ് അവരെ കൊണ്ടാണ് അവിടുത്തെ
പല കെട്ടിടങ്ങളും പാലങ്ങളും റെയിൽവേ ഒക്കെ പണിയിച്ചതെന്നാണ് പറയുന്നത്. ഈ അടിമ സമ്പ്രദായം അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന പ്രസിഡന്റാണ് നിർത്തലാക്കിയത്. അദ്ദേഹം അത് നിർത്തലാക്കിയത് വാഷിങ്ടൺ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആണ് അദ്ദേഹം ആ വിളംബരം ഒപ്പുവെച്ചത്. അതായത് ഇന്നു മുതൽ അടിമ പണിയില്ല, അടിമകളെല്ലാം സ്വതന്ത്രരാണ് എന്ന് അദ്ദേഹം ഒപ്പുവെച്ച് അടിമ അത്വത്തിൽ നിന്ന് വിടുതൽ നൽകുന്ന വിളംബരം. അത് ചരിത്രത്തിലെ ഒരു സംഭവമാണ്. എന്നാൽ അമേരിക്കൻ ചരിത്രത്തിൽ നിന്ന് അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇദ്ദേഹം ഈ വിളംബരം ഒപ്പുവെച്ച് ഇന്നത്തെ പോലെ വാട്സാപ്പോ ഒന്നുമില്ല അന്ന്. അതുകൊണ്ട് ഈ വിവരം അറിയാൻ ഒത്തിരി കാലമെടുക്കും ബാക്കിയുള്ളവർ. വാഷിങ്ടണിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു സ്ഥലമാണ് ടെക്സസ് എന്ന് പറയുന്നത്, ഒരു സ്റ്റേറ്റ് ആണ്. ടെക്സസിൽ ഈ വിവരം അറിയാൻ 6 മാസം എടുത്തു. ഏത് വിവരം അറിയാൻ? അടിമപ്പണി നിർത്തലാക്കി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പുവെച്ചു. ആ വിളംബരം അറിയാൻ ടെക്സസിലെ ആളുകൾക്ക് 6 മാസം എടുത്തു. അപ്പൊ ഈ 6 മാസം ടെക്സസ് എന്ന് പറയുന്ന സ്ഥലത്തിലെ അടിമകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുക. വിളംബരം നടത്താത്തോണ്ടാണ്. ആണോ? പ്രസിഡന്റ് വിളംബരം നടത്താത്തോണ്ടാണ്? അല്ല, പിന്നെന്തുകൊണ്ടാ? അവര് അറിഞ്ഞില്ല. വിളംബരം നടത്തിക്കൊണ്ട് ആരും സ്വതന്ത്രരാകുകയില്ല. അതറിയണം. അങ്ങനെ വിളംബരം നടത്തിയിട്ടുണ്ടെന്ന് അറിയണം. അറിഞ്ഞാലേ സ്വാതന്ത്ര്യം വരുള്ളൂ. ഇവിടെ കർത്താവ് പറഞ്ഞ എത്ര സത്യമാണ്. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കർത്താവിന് പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എന്നെ വിടുവിക്കാൻ കഴിയും. എന്റെ ജീവിതത്തിൽ ജയം തരാനായിട്ട് കഴിയും. എന്റെ ബലഹീനതയിൽ എനിക്ക് കൃപ തരാൻ കഴിയും. എന്നെ നടത്തുവാൻ കഴിയും എന്ന് ഞാൻ അറിയണം. ഞാനിത് വിശ്വസിക്കണം. എങ്കിലേ എനിക്ക് അനുഭവത്തിൽ ഈ കാര്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. എനിക്കത് അറിയാൻ പാടില്ലെങ്കിൽ കർത്താവ് ഇതിനുള്ള പദ്ധതിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ സ്വതന്ത്രനാകുകയില്ല. ടെക്സസിലെ അടിമയെ പോലെ പിന്നെയും 6 മാസം ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ എനിക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടില്ല. അനേക വിശ്വാസികളുടെയും കാര്യമുണ്ടാണ്. ആത്മീയ സത്യങ്ങൾ അറിഞ്ഞുപോകും. വേദപുസ്തകത്തിൽ പറയുന്ന സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം നിങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. കൊരിന്ത് ലേഖനത്തിലേക്ക് ഒന്ന് വരിക. കൊരിന്ത് ലേഖനം 2 കൊരിന്ത്യർ അതിന്റെ 2-ാം അധ്യായം. 2 കൊരിന്ത്യർ 2 അതിന്റെ 14-ാം വാക്യം. 2 കൊരിന്ത്യർ 2:14 ഒന്ന് വായിച്ചേ. അവിടെ പൗലോസ് പറയാണ്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നു. ജയവും ഉത്സവവും. ജയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഉത്സവം എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ള കാര്യത്തിനാണ് ഉത്സവം. ആളുകൾ പറയുന്നത് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ്, അല്ലെങ്കിൽ പള്ളി പെരുന്നാളാന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷത്തിന്റെ സെലിബ്രേഷന്റെ അനുഭവമാണ് ഉത്സവം എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവം എപ്പോഴൊക്കെയാന്ന് നോക്കിയേ. എപ്പോഴും. ഇംഗ്ലീഷിൽ ഓൾവേസ്. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയാണ് ദൈവം. ഓൾവേസ്, എപ്പോഴും. പിന്നെ അടുത്തൊരു വാക്കുണ്ട്, എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും, എവ്രിവേർ. ഓൾവേസ്, എവ്രിവേർ. എപ്പോഴും എല്ലായിടത്തും ജയം. അതാണ് ക്രിസ്തീയ ജീവിതം. പൗലോസ് പറയാണ് എപ്പോഴും എല്ലായിടത്തും ജയോത്സവമായി ഞങ്ങളെ നടത്തുന്ന ദൈവം. അപ്പോൾ പൗലോസിന്റെ വീക്ഷണത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ക്രിസ്തീയ ജീവിതവും ശുശ്രൂഷയും എപ്പോഴും എല്ലായിടത്തും ജയമുള്ള. വല്ലപ്പോഴും ഒക്കെ ഒരു സന്തോഷം, അങ്ങനെയല്ല, എപ്പോഴും. ഫിലിപ്പിയർ 4:4 നമുക്കറിയാം. എന്താ പറഞ്ഞേ? കർത്താവിൽ എപ്പോഴൊക്കെ സന്തോഷിക്കാറുണ്ട്, എപ്പോഴും സന്തോഷിപ്പീൻ. അതാ ക്രിസ്തീയ ജീവിതം. പൗലോസ് ഇത് എഴുതുമ്പോ പൗലോസ് കാരാഗ്രഹത്തില, അത് ഓർക്കണം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിരെന്ന് പറയുമ്പോൾ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് എഴുതുന്നത് എപ്പോഴും സന്തോഷിക്കാൻ. കാരാഗ്രഹത്തിന്റെ അനുഭവമൊക്കെ ഉണ്ട്. പക്ഷേ ആ അനുഭവത്തിന്റെ നടുക്കും എപ്പോഴും സന്തോഷിക്കാൻ. അതാണ് പൗലോസ് പറയുന്നത്. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പോ പൗലോസിന്റെ ജീവിതത്തിൽ ഒരു പ്രയാസവും കഷ്ടമൊന്നും ഇല്ലായിരുന്നു, അല്ലെ? നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ പറയും, ഇത് എങ്ങനെ എപ്പോഴും സന്തോഷിക്കാൻ നോക്കുന്നത് എങ്ങനെ, അല്ലെ? പൗലോസിന്റെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നോ? ഒന്ന് നോക്കാം. 2 കൊരിന്ത്യർ തന്നെ ആണല്ലോ നമ്മൾ വായിച്ചത്. ആ 2 കൊരിന്ത്യരില് 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. 2 കൊരിന്ത്യർ 4.
അതിന്റെ 8-ാം വാക്യമാണ് 8-ാം വാക്യം. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ. അപ്പൊ പൗലോസ് മുമ്പേ പറഞ്ഞ് എപ്പോഴും സന്തോഷിക്കണമെന്ന് അല്ലെ? പക്ഷെ പൗലോസിന്റെ അനുഭവത്തിൽ സകല വിധത്തിലും കഷ്ടമാണ്. അവിടെ ശ്രദ്ധിച്ച്, ജയോത്സവമായിട്ട് എപ്പോഴും നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസമില്ല എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ എന്താ അതിന്റെ അർത്ഥം? ഈ ലോക ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള കഷ്ടം, ഇടുക്കം, ഉപദ്രവം, വീണ് കിടക്കുന്ന അനുഭവം ഇതെല്ലാം ഉണ്ട്. എന്നാൽ ഇതെല്ലാം ഉള്ളപ്പോഴും നിരാശപ്പെടുന്നില്ല. കഷ്ടവും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ ക്രിസ്തീയ ജീവിതം ജയത്തിന്റെ ജീവിതമാണ്, എപ്പോഴും സന്തോഷിക്കുന്ന ജീവിതമാണ്, എപ്പോഴും സ്തോത്രം ചെയ്യണം എന്നൊക്കെ പറയുമ്പോ കഷ്ടവും പ്രയാസവും ഒന്നുമില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഈ ലോക ജീവിതത്തിൽ അതെല്ലാം ഉണ്ട്. അതെല്ലാം ഉള്ളപ്പോഴും നിരാശപ്പെടാതെ അതിന്റെ എല്ലാം മധ്യത്തിൽ ആശ്വാസത്തോടെ ജീവിക്കുന്ന ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം. ഇനി വേറെ 1-2 വാക്യങ്ങൾ വായിക്കാം. 6-ാം അധ്യായം 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. 2 കൊരിന്ത്യർ 6:10. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. അപ്പൊ ദുഃഖമുണ്ടോ? ഉണ്ടോ? പൗലോസിന്റെയും കൂട്ടരുടെയും ഒക്കെ ജീവിതത്തിൽ ദുഃഖമുണ്ടോ? ഉണ്ട്. ദുഃഖമില്ലാത്തോണ്ടല്ല സന്തോഷം. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. ഇനി അതിന്റെ 7-ാം അധ്യായത്തിലേക്ക് വന്നേ. 7-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 7:4. ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു. അപ്പൊ കഷ്ടതയുണ്ടോ? ഉണ്ടോ? ഉണ്ട്. കഷ്ടതയെല്ലാം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഈ കഷ്ടതയിൽ എന്തുണ്ട്? സന്തോഷം. അല്പസ്വല്പ സന്തോഷം ഉണ്ടെന്നല്ല, സന്തോഷം കവിഞ്ഞിരിക്കുന്നു, കവിഞ്ഞൊഴുകുക സന്തോഷം. അതാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്ന ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ഇതെന്താ നിങ്ങൾ ഈ പറയുന്നത്? ഈ ലോക ജീവിതത്തിൽ എങ്ങനെ എപ്പോഴും സന്തോഷിക്കാൻ നോക്കുന്നത്? എന്തെല്ലാം കഷ്ടവും ഉപദ്രവവും പ്രയാസവുമാ. എപ്പോഴും സന്തോഷിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുന്നത്? അങ്ങനെ ആരും ചോദിക്കല്ലേ. എപ്പോഴും സന്തോഷിക്കണമെന്ന് പറഞ്ഞാൽ കഷ്ടവും ബുദ്ധിമുട്ടും ഇല്ലെന്നല്ല ഇതിന്റെ അർത്ഥം. അതെല്ലാം ഉണ്ട്. അതെല്ലാം ഉണ്ടെങ്കിലും നിരാശപ്പെടാതെ ദൈവത്തിന്റെ ആശ്വാസം ഹൃദയത്തിൽ അനുഭവിച്ച് സന്തോഷം കവിഞ്ഞ അനുഭവം എപ്പോഴും എല്ലായിടത്തും. അതെ, അതെങ്ങനാ ഈ സന്തോഷവും ഈ ആശ്വാസം അനുഭവിക്കാൻ പറ്റുന്നത്? അത് നമുക്കൊന്ന് വായിക്കാം. 7-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ വായിച്ചേ. ഒട്ടും സുഖമല്ല, എല്ലാ വിധത്തിലും കഷ്ടം. അടുത്ത വാക്യം അവിടെ നോക്കി. അവിടെ പൗലോസ് പറയാണ്, പുറത്ത് യുദ്ധം, അകത്ത് ഭയം, ഉള്ളിലും പുറത്തും ഭയം, എല്ലാ വിധത്തിലും കഷ്ടം, എല്ലാ വിധത്തിലും കഷ്ടം. പക്ഷേ അവിടെ ആശ്വാസം കവിഞ്ഞിരിക്കുന്നു. അതെങ്ങനെ ആശ്വാസം കവിയുന്നേ? 6-ാം വാക്യം പറയുന്നത്, എളിയവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. എല്ലാ നിലയിലും ഞങ്ങൾക്ക് കഷ്ടവും ബുദ്ധിമുട്ടും അകത്തും പുറത്തും എല്ലാം ഉണ്ടെങ്കിലും എളിയവരെ, ബലഹീനരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, അവനുമായുള്ള കൂട്ടായ്മയാണ് ഞങ്ങളെ ഈ കഷ്ടത്തിലെല്ലാം ആശ്വസിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതം ജയത്തിന്റെ ജീവിതമാണ്. എപ്പോഴും സന്തോഷിക്കണം, എല്ലാത്തിനും സ്തോത്രം ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു കഷ്ടവും പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം. പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥവും അതല്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി ഞങ്ങളെ നടത്തുന്നു എന്ന് പറയുമ്പോൾ അടുത്ത അധ്യായങ്ങളിൽ പറയുകയാണ് മുഴുവൻ കഷ്ടമാ, എല്ലാ നിലയിലും കഷ്ടമാ. പക്ഷേ എളിയവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ അറിയാവുന്നതുകൊണ്ട് ആ ദൈവം അതാത് സമയത്ത് ഞങ്ങൾക്ക് തരുന്ന ശക്തി, ബലം, അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം കവിഞ്ഞിരിക്കുക. ഇത് പൗലോസിനെ പോലെയുള്ള അപ്പോസ്തലന്മാർക്ക് മാത്രമുള്ളതാണോ? പൗലോസിന് അങ്ങനെയൊക്കെ പറയാം. നമ്മളൊക്കെ ഇപ്പൊ സാധാരണക്കാരല്ലേ, നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റുമോ? പൗലോസ് അപ്പോസ്തലനായിരുന്നു, തനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം, സാധാരണ വിശ്വാസികൾക്ക് ഇത് പറ്റുമോ ഇല്ലയോ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 1-2 വാക്യം ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. ഇത് പൗലോസിന്റെ കാര്യം, അപ്പോസ്തലന്മാരുടെ കാര്യമൊന്നല്ല. ഇത് ആരുടെ കാര്യം? ആരുടെ കാര്യം? മക്കദോന്യയിലുള്ള സാധാരണക്കാരായ നമ്മളെപ്പോലെ, നിങ്ങളെപ്പോലെയുള്ള വിശ്വാസികളുടെ കാര്യം. ഈ മക്കദോന്യയിലെ വിശ്വാസികളുടെ കഷ്ടത എന്ന കഠിന ശോധന
അവർക്ക് അല്പസ്വല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നല്ല, കഷ്ടത എന്ന കഠിന ശോധന. അങ്ങനെ വല്ലവരും ഉണ്ടോ ഇവിടെ? ബുദ്ധിമുട്ടും ശോധനയൊക്കെ ഉള്ളവരുണ്ട് ഇവിടെ, അതെനിക്കറിയാം. എന്നാൽ കഷ്ടത എന്ന കഠിന ശോധനയെ കൂടെ കടന്നു പോകുന്നവര് കാണാൻ പ്രയാസം. വളരെ ചുരുക്കം വല്ലവരും കാണുമായിരിക്കും. കഷ്ടത എന്ന കഠിന ശോധന. ഇനി ഈ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ കഷ്ടത എന്ന കഠിന ശോധനയുടെ കൂട്ടത്തിൽ വേറൊരു ഭയങ്കര കുഴപ്പവും കൂടി ഇവർക്ക് പറ്റി. എന്താ? ദാരിദ്ര്യമല്ല, പിന്നെ മഹാദാരിദ്ര്യം. മഹാദാരിദ്ര്യമുള്ള വല്ലവരും ഇന്ന് രാവിലെ ഇവിടെ മഹാദാരിദ്ര്യം. ദരിദ്രര് ചിലപ്പോ കാണുമല്ലേ, വലിയ സാമ്പത്തികമായിട്ടൊക്കെ വലിയൊന്നും ഇല്ലാത്ത കുറച്ചവരൊക്കെ കാണും. എല്ലാരും അല്ല, അവിടെ അങ്ങോട്ട് ഇറങ്ങി നോക്കിയാൽ മതി, കാറുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുക അല്ലേ. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ അല്ലേ. എന്തെല്ലാം കാറുകളാ. അപ്പം ദാരിദ്ര്യമില്ല. പിന്നെ കുറച്ചു പേർക്കൊക്കെ കുറച്ച് ദാരിദ്ര്യം ബുദ്ധിമുട്ടൊക്കെ കാണും. മഹാദാരിദ്ര്യമൊന്നും ഇപ്പൊ നമ്മുടെ ഇടയിൽ കാര്യമായിട്ടില്ല, വളരെ ചുരുക്കം എവിടെയെങ്കിലും കാണും. ഈ മക്കതോന്യയിലെ വിശ്വാസികൾക്ക് കഷ്ടത എന്ന കഠിന ശോധനയാണ്. അതിന്റെ പുറത്ത് എന്തുകൂടുണ്ട്? മഹാദാരിദ്ര്യം. അപ്പോ ആരെങ്കിലും സങ്കടപ്പെടണമെങ്കിൽ, ആരെങ്കിലും നിരാശപ്പെടണമെങ്കിൽ അവകാശമുള്ളത് ഈ മക്കതോന്യയിലെ വിശ്വാസികൾക്ക്. ഞങ്ങൾ ദൈവത്തെ വിളിച്ചിറങ്ങി. ഇപ്പോ കഷ്ടത എന്ന കഠിന ശോധന, അതിന്റെ കൂടെ മഹാദാരിദ്ര്യവും. എന്തോ ക്രിസ്തീയ ജീവിതമായി അങ്ങനെ പറയേണ്ടത്. പക്ഷെ നിങ്ങളൊന്ന് വായിച്ചു നോക്കി, കഷ്ടത എന്ന കഠിന ശോധനയിൽ അവർക്ക് എന്തുണ്ട്? സന്തോഷ സമൃദ്ധിയുണ്ട്. നമ്മള് സമൃദ്ധി എന്നുള്ള വാക്ക് വെച്ച ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആരംഭിച്ചത് അല്ലേ. യോഹന്നാൻ 10:10. എന്തുണ്ടെന്നാ വായിച്ചേ? കർത്താവ് എന്ത് തരുമെന്ന് വായിച്ചേ? സമൃദ്ധമായ ജീവൻ. ഇവിടെ ആ സമൃദ്ധ ജീവന്റെ ഒരു ഭാഗമായത് സമൃദ്ധമായ സന്തോഷം. സന്തോഷ സമൃദ്ധി. കഷ്ടത എന്ന കഠിന ശോധനയിൽ സന്തോഷ സമൃദ്ധി. പിന്നെ മഹാദാരിദ്ര്യം. പക്ഷെ അവരെന്ത് കാണിക്കുന്നെന്ന് അവിടെ എഴുതിയേ? ധാരാളം ഔദാര്യം. ഈ മഹാദരിദ്രൻ എങ്ങനെ ധാരാളം ഔദാര്യം കാണിക്കുന്നത്? എന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല, പക്ഷെ ഭയങ്കര ഔദാര്യം അല്ലെ. മഹാദാരിദ്ര്യം അവർക്ക്. പക്ഷെ അവര് മറ്റ് വിശ്വാസികളെ സഹായിക്കാൻ അവരുടെ ഒന്നും ഇല്ല കാര്യമായിട്ട്. എന്നാലും ഭയങ്കരമായിട്ട് അവരെ കൊണ്ട് ഒക്കുന്നതിന്റെ പരമാവധി ദാരിദ്ര്യത്തിന് നടുക്ക് അവരെ ചെയ്യിച്ചു. പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണം ആദ്യത്തെ വാക്യത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ കഠിന ശോധനയിൽ സന്തോഷവും മഹാദാരിദ്ര്യത്തിൽ ഔദാര്യവും കാണിക്കാനുള്ള കാരണം. ഒന്നാം വാക്യം, അവർക്ക് ദൈവകൃപ കിട്ടി. നമുക്കൊരു പാഠമാണ്. നമുക്കും ദൈവകൃപ കിട്ടുമെങ്കിൽ, ദൈവത്തിന്റെ കൃപ നമുക്ക് കിട്ടുമെങ്കിൽ, കഷ്ടത എന്ന കഠിന ശോധനയിൽ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യത്തിൽ ധാരാളം ഔദാര്യവും കാണിക്കാൻ നമുക്കും സാധിക്കും. എന്താ ദൈവകൃപ കിട്ടി എന്ന് പറഞ്ഞാൽ? കൃപ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു അർത്ഥമുണ്ട്. എഫേസ്യർ 2-ാം അധ്യായത്തിൽ കൃപയാലല്ലോ വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അനർഹമായ ആനുകൂല്യം എന്നാണ് സാധാരണ രക്ഷയോടുള്ള ബന്ധത്തിൽ കൃപയ്ക്ക് പറയുന്നത്. നമ്മൾ അർഹിക്കാത്ത ആനുകൂല്യം ദൈവം നമ്മളോട് കാണിച്ചു, അതിനാ കൃപയെന്ന് പറയുന്നു. അത് ശരിയാണ്. പക്ഷെ അത് മാത്രമല്ല കൃപയുടെ അർത്ഥം. വേദപുസ്തകത്തിൽ കൃപയ്ക്ക് വേറൊരു അർത്ഥവും കൂടെ വന്നു. അതെന്താണെന്നറിയാമോ? 2 കൊരിന്ത്യർ 12 പൗലോസ് ജഡത്തിൽ ശൂലനിമിത്തം കഷ്ടപ്പെട്ട് നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. അവിടെ കൃപ എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് അടുത്ത വാചകത്തിലുണ്ട്. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ അവിടെ കൃപ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട കൃപയുടെ കാര്യമല്ല. പൗലോസ് ഓൾറെഡി രക്ഷിക്കപ്പെട്ട ആളാ. അവിടെ എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞാൽ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി നിനക്ക് മതിയെന്ന് അതിന്റെ അർത്ഥം. അപ്പോൾ കൃപയുടെ രക്ഷിക്കുന്ന കൃപ എന്ന് പറയുന്നത് ശിക്ഷ അനുഭവിക്കുന്ന നമ്മുടെ ശിക്ഷ മാറ്റി നമുക്ക് രക്ഷ നൽകുന്നു. അത് ദൈവകൃപ അല്ലെ. ക്രിസ്തീയ ജീവിതത്തിലെ ദൈവകൃപ എന്ന് പറയുന്നത് നമ്മുടെ ബലഹീനത നിമിത്തം നമുക്ക് സാധിക്കാത്ത കാര്യം നമുക്ക് സാധിപ്പിച്ചു തരുവാൻ ദൈവം വ്യാപരിപ്പിക്കുന്ന തന്റെ ശക്തി, അതിനാണ് കൃപയെന്ന് പറയുന്നത്. ഇപ്പോ ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അവിടുത്തെ വചനം പ്രസംഗിക്കാൻ അവിടുത്തെ ദാസന് വേണ്ട കൃപ കൊടുക്കണം എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? രക്ഷയ്ക്കുള്ള കൃപ അല്ലാതെ പിന്നെ വചനം പറയാനുള്ള ആത്മീകമായ ശക്തി നൽകണേ, അതതിന്റെ അർത്ഥം. ഇവിടെ ഈ വിശ്വാസികൾക്ക് ദൈവകൃപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഈ കഷ്ടതയിലും ബുദ്ധിമുട്ടിലും അവർ നിരാശപ്പെട്ടു പോകാതെ മുന്നോട്ട് പോകുവാൻ ആവശ്യമുള്ള ദൈവത്തിന്റെ സഹായം, ദൈവത്തിന്റെ ശക്തി ദൈവം അവർക്ക് പകർന്നു കൊടുത്തു. അപ്പോ
കഷ്ടത എന്ന കഠിന ശോധനയിൽ സന്തോഷ സമൃദ്ധിയും ദാരിദ്ര്യത്തിൽ ധാരാളം ഔദാര്യവും അവർ കാണിച്ചു. അപ്പോസ്തലന്മാർക്ക് മാത്രം ഒക്കുന്നതാണ് ആണോ? ഇത് അപ്പോസ്തലന്റെ കാര്യം അല്ലത്, ഇത് വിശ്വാസികളുടെ കാര്യം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ സമൃദ്ധമായ, എപ്പോഴും സന്തോഷിക്കുന്ന, എപ്പോഴും ജയമുള്ള, ഏത് പരിതസ്ഥിതിയിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ജീവിതമാണ്. അതുകൊണ്ട് കഷ്ടതയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ആ ജീവിതത്തിൽ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. മനുഷ്യ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വരും. രോഗം വരും, ബുദ്ധിമുട്ട് വരും. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം പ്രത്യേകമായ തന്റെ ശക്തി വ്യാപരിപ്പിച്ചു കൊടുത്ത് തന്റെ കൃപ നൽകി അവരെ നിലനിർത്തും. അതുകൊണ്ടാണ് ജയത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത്. ഈ 2 കൊരിന്ത്യർ 8 പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു ഇക്വേഷനായിട്ട്, ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സമവാക്യം, ഇങ്ങനെ പറയാം. കണക്കിലൊക്കെ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്, സമവാക്യം. ഇവിടെ ഒരു സമവാക്യമാണ്, ദൈവകൃപയുടെ സമവാക്യം, ഇക്വേഷൻ ഓഫ് ഗോഡ്സ് ഗ്രേസ്. എന്താണെന്നറിയാമോ? കഷ്ടത എന്ന കഠിന ശോധന പ്ലസ് മഹാദാരിദ്ര്യം ഈസ് ഈക്വൽ ടു സന്തോഷ സമൃദ്ധി പ്ലസ് ധാരാളം ഔദാര്യം. കിട്ടിയോ? ഈ ഇക്വേഷൻ കിട്ടിയോ? കഷ്ടത എന്ന കഠിന ശോധന പ്ലസ് മഹാദാരിദ്ര്യം ഈസ് ഈക്വൽ ടു സന്തോഷ സമൃദ്ധി പ്ലസ് ധാരാളം ഔദാര്യം. ഇത് ഏതിന്റെ ഇക്വേഷനാ? ദൈവകൃപയുടെ. അപ്പോൾ ഈ ദൈവകൃപ, ദൈവത്തിന്റെ സഹായം അനുദിന ജീവിതത്തിൽ നാം പ്രാപിച്ച് ജീവിക്കുമെങ്കിൽ നമുക്ക് കഷ്ടതയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, രോഗമുണ്ട്, പക്ഷെ അതിന്റെ എല്ലാം മധ്യത്തിൽ സന്തോഷ സമൃദ്ധിയും ധാരാളം ഔദാര്യവും കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതാണ് ക്രിസ്തീയ ജീവിതം, സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ ജീവിതം. ഇനി ക്രിസ്തീയ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് പറയുന്ന ഒരു വാക്യം കൂടെ ഒന്ന് കാണിക്കട്ടെ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം. 1 തെസ്സലോനിക്കർ 5-ാമത്തെ അധ്യായം. അവിടെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്ന് വ്യക്തമായി പറയുന്ന ഒരു ഭാഗമുണ്ട്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം. അതില് ഈ വാക്യങ്ങളൊന്ന് വായിച്ചേ. അതിന്റെ 14 മുതൽ 18 വരെ വായിച്ചേ. 14. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവീൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ആരെക്കുറിച്ച്? അപ്പോസ്തലന്മാരെ കുറിച്ച് അല്ലേ? ആണോ? എല്ലാ വിശ്വാസികളെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പല കാര്യങ്ങളുണ്ട്. എല്ലാരോടും ദീർഘക്ഷമ കാണിക്കണം, അതാ ദൈവത്തിന്റെ ഇഷ്ടം. പിന്നെ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. പിന്നെന്ത് ചെയ്യണം? തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പേ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു സഹോദരൻ വേറൊരു സഹോദരനെതിരെ വലിയ തിന്മ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പറഞ്ഞോ എഴുതിയോ അല്ലെങ്കിൽ പ്രവൃത്തിയിലോ ചെയ്തു. എന്നിട്ട് മറ്റേയാള് തിരിച്ച് യാതൊരു തിന്മയും ചെയ്യാതെ നന്മ മാത്രം ഇദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തതായിട്ട് നിങ്ങൾക്കറിയാവുന്ന എത്ര പേരാണ്? എല്ലാവർക്കും ചോദ്യം മനസ്സിലായോ? ഒരാള് വേറൊരാൾക്ക്, അല്ലെ ഒരു സഹോദരൻ അല്ലെ ഒരു സഹോദരി ഭയങ്കര തിന്മ മറ്റേ ആൾക്കെതിരെ, അവരുടെ കുടുംബത്തിനെതിരെ, അവർക്കെതിരെ ചെയ്തു. പക്ഷെ തിരിച്ച് ഒരു തിന്മയും പറയാതെ ചെയ്യാതെ നന്മ മാത്രം ചെയ്തു. അങ്ങനെയുള്ള എത്ര വിശ്വാസികളെ നിങ്ങളുടെ ഇത്രയും നാളത്തെ ക്രിസ്ത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാം? ആരേലും അറിയാമോ?